ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ പോണേ. ഞാൻ ഒരു മാസത്തിന് മുമ്പേ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, എല്ലാം സെയിം തന്നെ, പക്ഷേ എന്നാലും ഒത്തിരി വ്യത്യസ്തതയുണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കാണിക്കാവേ. ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു കുക്കുംബർ എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇതിനകത്ത് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം. അതിനു മുമ്പേ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനു വേണ്ടി ഇത് കഴുകി വെച്ചേക്കേ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ പുറം ഒന്ന് ചെത്തി കൊടുക്കണേ. ചെറുതായിട്ടേ, ഭയങ്കരമായിട്ടും ക്ലീനാക്കി എടുക്കണ്ട, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അതുപോലെ ഇത് മൊത്തം ചെത്തി എടുക്കട്ടെ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് വരികയെ, പക്ഷേ വലുതായിട്ട് അരിയുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയുന്ന നല്ലത്. അല്ലെ ഭയങ്കര വലിയ കഷ്ണം പോലെ കിടക്കും. ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണേ. നമുക്കിതുമെല്ലാം അരിഞ്ഞെടുക്കേ. നമ്മുടെ കുക്കുംബർ എല്ലാം അരിഞ്ഞെടുത്തേ. ഞാൻ പാത്രം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റി ചെയ്യുന്നത് വേണം എനിക്ക്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു കുക്കുംബറില്ലേ, അത് നമുക്ക് അരിയാം. കുക്കുംബറല്ല, ക്യാപ്സിക്കം. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കഴുകി വെച്ചിരിക്കുന്നതാണേ. ഇതുപോലെ തന്നെ അത്ര അങ്ങ് ചെറുതാക്കണ്ട. എന്നാൽ വലുതും ആവണ്ടേ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയേ, ഒരു സാലഡേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. പാത്രം ചൂടാവട്ടെ. നമുക്കിതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലോ, വെളിച്ചെണ്ണ ഒഴിക്കരുതേ, ശകലം മതിയേ. ഇനി ഇതിനകത്ത് ഈ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയേ. ഇതിലൊരു ശകല ഉപ്പിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അറിയാമല്ലോ അധികം വേവണ്ടെന്നുള്ളത്. എന്താ കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം ഇത്. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മുടെ ഈ ക്യാപ്സിക്കം ഇത്രയും വാടിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു 100 ഗ്രാം ഗ്രീൻ പീസ്, ഇത് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ പുഴുങ്ങി വെച്ചേക്ക്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം സാലഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കിഴങ്ങിട്ടാം. എനിക്ക് രസമാണെന്നറിയോ സാലഡ് കഴിക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ എത്ര നല്ലതാണെന്നറിയോ സാലഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പച്ചക്കറിയൊന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളും. മതി, ഇതൊന്നും ചെറുതായിട്ട് ഞാൻ ആ ചൂടിലൊന്നും ഇട്ടുന്നേ ഉള്ളേ. ഇത് ഗ്യാസ് ഓഫാക്കാം. ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. വേണ്ട, ഞാൻ
ഒരു ഒരു കപ്പ്, ഒരു വലിയൊരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 പച്ചമുളക് ഇതരിച്ച് വെച്ചേക്കണേ. അത് ഞാൻ ഈ ചൂടിലോട്ട് ഇട്ട് കൊടുക്കാം. തീ അണച്ചിട്ടേക്കുക. കിടക്കട്ടെ. പിന്നെ ഇതിനകത്ത് നമുക്കിതിനകത്ത് ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഈ ഇറച്ചിലോട്ട് ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് വലിയ വെളുത്തുള്ളിയില്ലേ, വലിയ വെളുത്തുള്ളി, അതിനകത്ത് ഒരു 3 വെളുത്തുള്ളിയെ, വലിയ വെളുത്തുള്ളിയായിരുന്നു, വലിയ അല്ലി, അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് അതൊന്ന് ആറണേ. ഇതൊന്ന് ചൂടാവും. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആ ക്യാപ്സിക്കത്തിന് മാത്രം ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഈ കുക്കുംബറില്ലേ, കുക്കുംബർ ഇട്ട് കൊടുക്കുക. ഈ പാത്രത്തിൽ ഇത് കൊള്ളുമെന്ന് സംശയം. ഇതിലോട്ട് ഈ ക്യാപ്സിക്കമും ഗ്രീൻ പീസും പച്ചമുളകും എല്ലാം ഇട്ടിട്ടില്ലേ. പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കരുതേ, എല്ലാം അണച്ചിട്ടിട്ടൊന്ന് ആറിയതിന് ശേഷം ഇട്ട് കൊടുക്കാറുള്ളൂ. ഇനി നമ്മളിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇനി ഇതിലോട്ട് ഒരു 20 ഗ്രാം കിസ്മിസ് ഇട്ട് കൊടുത്തേ. കിസ്മിസ് ഏതാണ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കുരുവില്ലാത്തതായിരിക്കണേ, സീഡ്ലെസ് ആയിരിക്കണം. അപ്പം മറ്റേതായാലും കുഴപ്പമില്ല. പച്ച കിസ്മിസ് ഇല്ലേ, ഉണങ്ങിയത്, അത്. അതാ കഴുകി വെച്ചത് കൊണ്ട് വെള്ളമയമുണ്ട് അതിനകത്ത്. ഗ്യാസ് ഓഫാട്ടെ. ഇനി ഈ കിസ്മിസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടേ. ഈ മുട്ട രണ്ടായിട്ട് പിളർന്നിട്ട് ഇതിൻ്റെ ഈ ചുമപ്പ് കരു അങ്ങ് മാറ്റാം. അത് പിന്നെ ലാസ്റ്റ് നമ്മൾ എടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഇത് കിടന്ന് പൊടിഞ്ഞ് ഒരു മാതിരിയൊക്കെ ഒരു നാറ്റം പോലെ വരും മുട്ടയുടെ മഞ്ഞക്കരുവിട്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട്
ആ മുട്ട 3 അരിഞ്ഞിട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലേ, ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്യേ. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണെന്നറിയാവോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ സാലഡ് ഉണ്ടാക്കണേ, നല്ലതാണ് ശരീരത്തിന്. നല്ല മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. അവന് ഉപ്പൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ സാധനം. അപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇവിടെ ആർക്കും പുളി അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പുളിയുള്ളത് വേണമെങ്കിൽ പുളിയുള്ളത് എടുക്കേ. അപ്പം ഞാനിത് കുക്കുംബർ മാറ്റി വയ്ക്കുക. ഇത് കറി ചെയ്ത് അതീതി കൊള്ളില്ല. അപ്പം ഇതുപോലെ ഒക്കെ മാറ്റാം. ഇത് കഴിക്കാൻ നേരത്ത് ഈ മഞ്ഞ ഇട്ട് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ ആ മഞ്ഞ അതിൽ കിടന്നങ്ങ് പൊടിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് ഒരു മാറ്റം വരും മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുമ്പോഴേ. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് അത്ര വലിയ വേണം എന്നാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. എന്ത് ഈസിയാണ്, ഹെൽത്തിയാണ്. വീട്ടിലുള്ളവരുടെ ഹെൽത്ത് പറ്റിയൊരു സാധനം, ഹെൽത്തിന് പറ്റിയേ നല്ലൊരു സാധനം, വയറ്റിനൊക്കെ നല്ല സുഖമാണ് ഇത്. ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്ന സമയം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ മഞ്ഞ അങ്ങ് ഇട്ട് കൊടുക്കുക. മഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ എടുക്കണേ, അല്ലെങ്കിൽ ഒരു കട്ട നാറ്റം വരും. ഒരു മാറ്റത്തെ മഞ്ഞക്കരുവിൻ്റെ നാറ്റം ഉണ്ടല്ലോ, അത് വരും. അധികം പൊടിയാനും പാടില്ലേ. ഇതിപ്പോൾ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ.